നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറന്തോ മഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻവേലിയായി വളർന്നേതാ. മഴ പോലെ എന്നെ പൊഴിയുന്നു നേർത്ത വീണായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ ഇവ പോലെ കൊഞ്ചിയൊഴുകുന്നു അച്ഛനെന്താ എങ്ങനെ നോക്കുന്നത്? നീ ഇന്ന് കുടിച്ചിട്ടില്ല അല്ലേ? ആ, ഇതുവരെ കുടിച്ചിട്ടില്ല. ഇനി കുടിക്കണോ? അയ്യോ വേണ്ട വേണ്ട. സത്യം പറഞ്ഞ ഞാനൊരു വാച്ച്മാന്റെ ഡ്യൂട്ടി പോലെ ഇവിടെ നിൽക്കുകയായിരുന്നു എന്നെ പരിശോധിക്കാൻ. അതെന്തിനാണാവോ? എന്റെ മനസ്സ് പറഞ്ഞു നീ ഇനി കുടിക്കില്ല. അതൊന്ന് ഉറപ്പുവരുത്തണ്ടേ? എന്റെ മദ്യപാനം അത്രയ്ക്ക് ആഗോള പ്രശ്നമാണോ അച്ഛാ? ഈ കാത്തിരിക്കാനും പരിശോധിക്കാനും ഒക്കെ. നിന്നോട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് എന്തിനെ കുറിച്ചായിരിക്കും? നിന്റെ മദ്യപാനത്തെ കുറിച്ച് അല്ലേ? ഞാൻ നിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടതും ആ കാര്യത്തിൽ തന്നെയായിരുന്നു. അച്ഛാ, ഇന്ന് ഞാൻ കുടിച്ചിട്ടില്ലെന്നുള്ളൂ എന്ന് കരുതി ഒരിക്കലും ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, എന്നാലും നിന്റെ ആ താല്പര്യം അടക്കി വെക്കാൻ പറ്റില്ല അല്ലേ? ആ, മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ സമയത്ത് ഓരോ ലഹരിയാ. ചില സമയത്ത് മദ്യം, ചിലപ്പോ പ്രണയം, ചിലപ്പോ കുടുംബം, മക്കളുടെ വളർച്ച. ആ, അതിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും. ഇതിലിപ്പോ നീ ഏതവസ്ഥയില്ല? അതൊക്കെ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ ഏത് അവസ്ഥയിലാണെന്ന് അച്ഛൻ തന്നെ പറ. നീ ഇപ്പൊ പ്രണയത്തിന്റെ അവസ്ഥയില്ല. നന്ദിനിയോടുള്ള ഗാഠമായ പ്രണയത്തിന്റെ അവസ്ഥയിൽ. ആ ടോപ്പിക് ഒന്നും വേണ്ട അച്ഛാ, പ്ലീസ്. കുറച്ചു ദിവസം ഞാൻ കുടിച്ചിട്ടില്ല, അത്ര തന്നെ. വേറെ ഒരു ഇന്റർപ്രിട്ടേഷനും അതിന് വേണ്ട. ആ, അച്ഛൻ ഭക്ഷണം കഴിച്ചോ? ആ, നന്ദിനി മോള് നിർബന്ധിച്ചപ്പോ കഴിച്ചു. നീയോ? ഞാൻ കഴിച്ചില്ല. കഴിക്കാം. ഇനി ഈ ശീലം കൂടി ഒന്ന് മാറ്റിയെടുക്കും. കൃത്യസമയത്ത് ഭക്ഷണം അത്യാവശ്യമാണ്. അതും വെച്ചു വിളമ്പി തരാൻ നല്ലൊരാളുള്ളപ്പോ. എന്നെ മൊത്തത്തിലങ്ങ് നന്നാക്കി എടുത്തേ അടങ്ങും അച്ഛൻ, അല്ലേ? അതിന്റെ സുഖം നീ എന്റെ അവസ്ഥയിലെത്തുമ്പോ തനിയെ മനസ്സിലാവും. അതിനു മുമ്പ് ഉപദേശിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. മക്കള്, അവരുടെ വളർച്ച,
അവരിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ പിഴവുകൾ തിരുത്തി കൊടുക്കുമ്പോഴുണ്ടാകുന്ന സുഖം. അതൊക്കെ നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. മതി 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 മതി. ഒരു ദിവസം കുടിക്കാതെ വന്നതിന് കിട്ടാവുന്നതിന് പരമാവധി പ്രശംസയായി കഴിഞ്ഞു. ഇതിന് മേലിനി അച്ഛൻ ഒരു കാര്യം പോലും പറഞ്ഞു പോരുത് പ്ലീസ്. നീ ഇങ്ങനെ തുടരാൻ, കുടിക്കാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. ഇതൊരു കൊടുക്കുന്ന ചോദ്യമാണ്. മദ്യപിച്ച് കഴിഞ്ഞാണ് എന്റെ വരവെങ്കില് ഞാനിപ്പോ അച്ഛന്റെ തലയിൽ കൈവച്ച് ഒരു വാക്ക് പറഞ്ഞങ്ങ് പോകും. അത് പാലിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുമ്പോ അത് പാലിക്കേണ്ടി വരും. അതുകൊണ്ടേ ഒരു വാക്കും പറയുന്നില്ല. അച്ഛനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് അത് തെറ്റിച്ചാൽ അച്ഛനത് വിഷമാവില്ലേ? അതുകൊണ്ട് തൽക്കാലം ഈ വഞ്ചി അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. ഓക്കെ? നന്ദിനി, എന്താ തന്റെ കയ്യില്? സാറിന്റെ ഷർട്ടാ രാവിലെ മാറിയത്, എടുത്തു വെക്കാൻ വേണ്ടി. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. തനിക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. അതേ, ഞാനിന്ന് കുടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഭക്ഷണം എടുത്തോണ്ട് വരാം, ഇവിടെ ഇരുന്ന് കഴിക്കാം. അവിടെ നിൽക്കി. സോറി സോറി, ഐ എം റിയലി സോറി. എന്തിന്? അത് ഞാൻ തന്നെ തല്ലിയില്ലേ, അത് വലിയ തെറ്റാ. നമ്മൾ തമ്മിലുള്ള കരാറുകളൊക്കെ ഞാൻ തെറ്റിച്ചു. ഞാൻ എന്റെ ദേഷ്യം മാത്രമേ നോക്കിയുള്ളൂ. തന്റെ അവസ്ഥ എന്താണെന്ന് പരിഗണിച്ചില്ല. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞാൻ എന്താ പകരം ചെയ്യേണ്ടത്? പ്രായശ്ചിത്തമായിട്ട് ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്തിട്ട് ഇനിയൊരു ചോദ്യം വേണോ നമ്മൾ തമ്മില്? വേറെ ആരാ സർ ഇതിനൊക്കെ തയ്യാറാവുക? സാറിനെ പോലൊരാള് ഒരു കോടി